السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുവന്യരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നെനിക്ക് നിങ്ങളുമായി സംവദിക്കാൻ കിട്ടിയ വിഷയം നൂറുൽ ഉലമ, വൈജ്ഞാനിക മേഖലയെ ക്രിയാത്മകമാക്കിയ ഉലമ സാന്നിധ്യമെന്ന പ്രസക്തമായ വിഷയത്തെക്കുറിച്ചാണ്. ഇസ്ലാം എക്കാലത്തും ചരിത്രത്തിന് വളരെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഏതൊരാശയത്തെയും പ്രസ്ഥാനത്തെയും കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിന് നേതൃത്വം വഹിച്ച നേതാക്കളെ കുറിച്ചും അവർ ജീവിതത്തിൽ അഭിമുഖീകരിച്ച പ്രാസ്ഥാനിക സാമൂഹിക ഉന്നമന വെല്ലുവിളികളെ കുറിച്ചും പഠന വിധേയമാക്കൽ അനിവാര്യമാണ്. അത്തരത്തിൽ നൂറുൽ ഉലമയെ ഉസ്താദിനെ കുറിച്ച് പഠന വിധേയമാക്കുമ്പോൾ 1924 ജൂലൈ 1 കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മുഹമ്മദ് മറിയം ദമ്പതികളുടെ മകനായാണ് അവിടുന്ന് ഭൂജാതനാകുന്നത്. പണ്ഡിത പാരമ്പര്യം അവകാശപ്പെടുന്ന കുടുംബമായതിനാൽ അവിടുത്തെ വീടു തന്നെ അക്കാലത്ത് ഓത്തുപള്ളിയായി പരിണമിച്ചിരുന്നു. മാതാമ അൻഷാഹുൽ ഹമീദ് തങ്ങളിൽ നിന്നും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കമുള്ള ഒട്ടനവധി പണ്ഡിത പ്രതിഭകളിൽ നിന്നും വിദ്യ അഭ്യസിച്ച വന്യഗുരു പിന്നീട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം തന്നെ പഠനം അവസാനിപ്പിക്കുകയും കണ്ണൂരിലെ മൊട്ടമൽ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ഏറ്റെടുക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ഉസ്താദിന്റെ ദർസി അധ്യാപന ജീവിതം ആരംഭിക്കുന്നതും. ആദ്യ മുതഅല്ലിമായി കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് കോയത്തങ്ങൾ തിരുസവിധത്തിലെത്തുന്നതും. ജോലി സ്ഥലത്തെ നാട്ടുകാർ മുഴുവനും മയ്യത്ത് പരിപാലനത്തെ സംബന്ധിച്ച് അജ്ഞരായിരുന്നതിനാൽ അവരെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി ഉസ്താദിന്റെ നേതൃത്വത്തിൽ മയ്യത്ത് പരിപാലന സംഘം രൂപീകരിക്കുകയാണ്. അതിനു പുറമെ വിഷയ സംബന്ധിയായി കൊണ്ട് അവിടുന്ന് ഗ്രന്ഥരചന നടത്തുകയും ചെയ്തുകൊണ്ട് ആരംഭിച്ച ഉസ്താദിന്റെ വൈജ്ഞാനിക മുന്നേറ്റങ്ങൾ പിന്നീട് അങ്ങോട്ടൊരു തുടർക്കഥയായി മാറുകയാണ്. 1947 സ്വാതന്ത്ര്യത്തിന്റെ മധുനുകർന്ന ഇന്ത്യ മഹാരാജ്യത്ത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മതവിദ്യ പാടില്ലെന്ന പ്രമേയം വന്നതോടുകൂടി വിദ്യാലയങ്ങളിലെ മദ്രസ അധ്യാപനത്തിന് അറുതിയാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടിക്കാലം മുതൽക്ക് തന്നെ എല്ലാ മഹല്ലുകളിലും മദ്രസ സംവിധാനം പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന ലക്ഷ്യമേന്തി നടക്കുന്ന ഉസ്താദ് 1951 ഫെബ്രുവരിയിലെ അൽബയാനിൽ മദ്രസയുടെ ആവശ്യകതയെ കുറിച്ചൊരു ലേഖനം എഴുതുകയാണ്. തുടർന്ന് മാർച്ചിൽ നടന്ന വടകര സമ്മേളനത്തിൽ കേവലം 26 വയസ്സ് പ്രായം മാത്രമുള്ള ഉസ്താദ് അന്നത്തെ പണ്ഡിത സഭയ്ക്ക് മുന്നിൽ വിഷയ സംബന്ധിയായി കൊണ്ട് പ്രബന്ധം അവതരിപ്പിക്കുകയാണ്. അക്കാലത്തെ പണ്ഡിതർ ഉസ്താദിന്റെ ആശയത്തെ വളരെ വളരെ ആർജവത്തോടെ തന്നെ സ്വീകരിച്ചു എന്ന് തന്നെ ഓർമ്മയുടെ ഏടുകൾ എന്ന പുസ്തകത്തിൽ ഉസ്താദ് വളരെ ബഹുമാനപൂർവ്വം അയവിറക്കുന്നത് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ പിന്നീട് തൽഫലമായി കൊണ്ട് മർഹൂം പറവണ്ണ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു സബ് കമ്മിറ്റി നിലവിൽ വരികയും കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമാവുകയാണ്. കേവലം 3 മദ്രസകൾ മാത്രമുള്ള കേരളീയ അന്തരീക്ഷത്തിലേക്ക് കൃത്യമായ പാഠ്യപദ്ധതിയും പരീക്ഷാ സംവിധാനവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശക്തമായ ഒരു മദ്രസ സംവിധാനം തന്നെ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലുടനീളം വ്യാപിപ്പിക്കുന്നതിന് ഉസ്താദിന്റെ ഈ മുന്നേറ്റം കാരണമാവുകയാണ്. ഭൗതിക വിദ്യക്ക് സമൂഹം വില കൽപ്പിക്കാൻ തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ 10ാം തരം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഭൗതിക വിദ്യയെ സമന്വയിപ്പിച്ചുകൊണ്ട് ബോർഡിംഗ് സംവിധാനവും ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്നതിന് വേണ്ടി നവകാല സമൂഹത്തെ നല്ല സൽപാന്താവിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതരുടെ നേതൃത്വത്തിൽ 1973 SSF രൂപീകൃതമാവുകയാണ്. കഴിഞ്ഞിട്ടില്ല. ശുഭവസ്ത്രധാരികൾ ഭൗതിക വിദ്യയുടെ മേഖലകളിലേക്ക് കടന്നു വരുന്നത് കേവലം ഒരു നേരത്തെ വിശപ്പകറ്റാൻ വേണ്ടിയാണെന്നൊരു ധാരണ സമൂഹത്തിൽ രൂപാന്തരപ്പെട്ടപ്പോൾ മുതഅല്ലിമുകൾ സമൂഹത്തിൽ അവഗണന നേരിട്ട സാഹചര്യത്തിൽ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതരുടെ നേതൃത്വത്തിൽ 1973 ആദ്യകാല മദ്രസകളിൽപ്പെട്ട തളിപ്പറമ്പ് ഖുവ്വത്തുൽ ഇസ്ലാമിനെ അവിടുന്ന് മതഭൗതിക വിദ്യയെ സമന്വയിപ്പിച്ചുകൊണ്ട് ദഅവ കോളേജ് സമ്പ്രദായം ആരംഭിക്കുകയാണ്. ഇത്തരത്തിൽ നാം പരിശോധിച്ചു നോക്കിയാൽ തന്റെ 91 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് സമൂഹത്തിന് ഒട്ടനവധി മുന്നേറ്റങ്ങളാണ് അവിടുന്ന് സാധ്യമാക്കിയത്. ഒട്ടനവധി മുന്നേറ്റങ്ങളിലൂടെ സമൂഹത്തെ നല്ല ഭാവിയിലേക്ക് ഉപകാരമുള്ളവരായി തീർക്കാൻ ഉസ്താദിന് സാധിച്ചു എന്നതാണ് ഉസ്താദിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. നാം പരിശോധിച്ചു നോക്കിയാൽ സമൂഹത്തെ മാർഗഭ്രംശങ്ങളിൽ നിന്നും കൃത്യമായ ഒരു പാതയിലേക്ക് നയിച്ചുകൊണ്ട് ഋജുപാതയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ഉലമാ നേതൃത്വത്തെ കേരളം ബഹുമാനത്തോടുകൂടി വിളിച്ച പേരാണ് നൂറുൽ ഉലമ ഉസ്താദ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.